ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പാതി വഴിയിൽ നിന്ന് പോയ പഠനം പുനരാരംഭിക്കാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ. വെറും 6 മാസം കൊണ്ട് നിങ്ങൾക്കും നേടാം SSLC +2 തോറ്റവർക്ക് തോറ്റ വിഷയങ്ങൾ എഴുതിയെടുക്കാവുന്നതാണ്. PSC UPSC അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ, സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ, ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകളുടെ സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ, NSS കോളേജ് റോഡ്, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. ഹായ് ഓൾ, വെൽക്കം ടു മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷനാണ് കേട്ടോ. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, പോർഷൻസൊക്കെ കംപ്ലീറ്റ് ആയില്ലേ. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇനി മെസ്സേജ് അയക്കാം കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ നമ്മൾ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫിസിക്സിൽ കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാനിവിടെ വെയിറ്റേജ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, മോഷൻ, ഫോഴ്സ് ആൻഡ് എനർജി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 14 മാർക്കാണ് കേട്ടോ. ആ ചാപ്റ്ററിന് വരുന്ന വെയിറ്റേജ് 14 മാർക്കാണ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ നമ്മൾ പഠിച്ച മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ് അല്ലേ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ, അതിന് 6 വെയിറ്റേജ് ആണ്. ദെൻ തേർഡ് വൺ തെർമൽ ഫിസിക്സ് അല്ലേ, അതിലെന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ആ ഒരു പോർഷനിൽ തെർമൽ ഫിസിക്സ്, അതിൽ 6 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ദെൻ ഫോർത്ത് വൺ ഓസിലേഷൻ ആൻഡ് വേവ്, ആ ചാപ്റ്ററും 6 ആണ് അല്ലേ. അപ്പോൾ 2, 3, 4 ചാപ്റ്റർ ഏകദേശം എത്ര, ഒരു 18 മാർക്ക് ആണ് ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിനാണ് 14 വെയിറ്റേജ് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മൾ 5th ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അല്ലേ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആണ് 16. ദെൻ 6th നമ്മൾ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മളതിൽ എന്തൊക്കെ പഠിച്ച റിഫ്രാക്ഷൻ ഒക്കെ പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ലേ, ആ പോർഷൻ വരുന്ന ചാപ്റ്ററാണ് കേട്ടോ ഇത്. അതിൻ്റെ വെയിറ്റേജ് 14 ആണ്. ദെൻ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയേ 8 ആണ്. അപ്പം ദെൻ ലാസ്റ്റ് വൺ സെമി കണ്ടക്ടേഴ്സ്, അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ വരുന്നതിന് 10 മാർക്ക്. അങ്ങനെ ടോട്ടൽ എത്ര മാർക്കായി? 80 മാർക്ക് അല്ലേ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ് ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം അല്ലേ. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്ന ചാപ്റ്റർ ആയിരുന്നു ഇത്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ചാർജ്, പിന്നെ കറണ്ട്, ഇലക്ട്രിസിറ്റി ഒക്കെ വരുന്ന ചാപ്റ്റർ ഇല്ലേ, അതൊക്കെ വരുന്ന ഈ പോർഷൻ. പിന്നെ മാഗ്നറ്റിസം, അങ്ങനെ ഒരു 5 ചാപ്റ്റർ എങ്ങാനും ആ ഒരു പോർഷനിൽ അല്ലെ, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ആ ചാപ്റ്റേഴ്സ്, ആ മൊഡ്യൂൾസ് മൊത്തം വരുന്നത് എത്രയാണ്? 16 മാർക്കാണ് കേട്ടോ. ആ ഒരു 5ാമത്തെ ചാപ്റ്ററാണ് ഇത്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. 16 ആണ് അതിൻ്റെ വെയിറ്റേജ് കേട്ടോ, 16 ആണ് അതിൻ്റെ വെയിറ്റേജ്. അപ്പോൾ ടോട്ടലി നിങ്ങൾക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തെന്ന 8ൽ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന വെയിറ്റേജ്. ഓക്കെ, അപ്പം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന വെയിറ്റേജ് 16 ഏതാണ്? ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കേട്ടോ, നന്നായിട്ട് പഠിക്കുക. ദെൻ പിന്നെ വരുന്നത് 14 വരുന്ന ചാപ്റ്റേഴ്സ് ഏതാണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ലോസ് ഓഫ് മോഷനും, പിന്നെ വരുന്നത് ഒപ്റ്റിക്സ്, ആ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, സ്കാറ്ററിങ്, അതൊക്കെ വരുന്ന പോർഷനില്ലേ, എക്സ് ഡബിൾ സ്ലിറ്റ് ഒക്കെ, അതൊക്കെ വരുന്ന 14 മാർക്കിൻ്റെയാണ് കേട്ടോ. അപ്പം വെയിറ്റേജ് ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക ഏതൊക്കെ ചാപ്റ്ററിനാണെന്ന് കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയേ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. അത് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു കേട്ടോ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയേ. അപ്പം ഇതിൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് ഡിവൈസസ് നോക്കി, ഒപ്റ്റിക്സ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ നമ്മൾ പോർഷൻസ് വീഡിയോസ് ഇട്ടതാണ്, നോക്കുക നിങ്ങൾ എല്ലാതും കേട്ടോ. ആ ചാപ്റ്റേഴ്സൊക്കെ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് വെയിറ്റേജിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ല, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ഏതൊക്കെയാണ് അതിൻ്റെ വെയിറ്റേജ്, ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂൾസിൽ നിന്ന് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സ് അല്ല പഠിച്ചത്, സെമി കണ്ടക്ടേഴ്സ് ആൻഡ് സെമി കണ്ടക്ടർ ഡിവൈസസും അതിൻ്റെ ആപ്ലിക്കേഷനും. ഇതിൽ നമ്മൾ 4 ഏതൊക്കെയാണ്? സ്ട്രക്ചർ ഓഫ് ആറ്റംസ്, ഡ്യുവൽ നാച്ചർ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഫിഷനൊക്കെ വരുന്ന ഒരു പോർഷൻ ഇല്ലേ, ന്യൂക്ലിയർ
ആ ഒരു പോർഷൻ ഇതിൽ. പിന്നെ വരുന്നതാണ് ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിലായിരുന്നു നമ്മൾ ഇത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്, ഫ്രാക്ഷനൊക്കെ പഠിച്ചില്ലേ, ആ ഒരു പോർഷൻ കേട്ടോ അതിൽ. പിന്നെ ഇലക്ട്രിസിറ്റിയിലാണ് നമ്മൾ പഠിക്കുന്നത് കുറച്ച് വെയിറ്റേജ് കൂടുതലുള്ളത്. പിന്നെ വേവ് ഫിനോമിന വരുന്ന ഈ ചാപ്റ്റർ, തെർമോഡൈനാമിക്സ്, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡും സോളിഡും വരുന്ന, പിന്നെ ലോസ് ഓഫ് മോഷൻ, ആ ഒരു പോർഷൻ വരുന്നു കേട്ടോ. അപ്പോൾ വെയിറ്റേജിനെ കുറിച്ചിട്ടൊരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം കേട്ടോ എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് ഈ ഒരു സെക്ഷനിൽ സെക്ഷൻ എ ആണ്. അതായത് അതിൽ ക്വസ്റ്റ്യൻസ് 1 വരുന്ന 1 to 6, 60 എത്രയാണ് അത് MCQ ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും. 1 വേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ, 1 മാർക്കിൻ്റെ. പിന്നെ ആ സെക്ഷനിൽ തന്നെ 17 to 28 വരുന്ന 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ സെക്ഷൻ ബിയിൽ വരുന്നതാണ് എന്ത്, നമ്മൾ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ തന്നെ 38 to 48 വരുന്ന സെക്ഷനുണ്ട്, 3 മാർക്ക്, ദെൻ 5 മാർക്ക്. ഇതിൽ 2, 3, 5 മാർക്ക്, ഇതിലൊന്നും 2 വരുന്ന സെക്ഷൻ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ സെക്ഷൻ എ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങാം അല്ലേ? അപ്പം നിങ്ങളെല്ലാവരും എന്താണ് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചിട്ടൊരു വിധമായി എന്നൊക്കെ വിചാരിക്കുന്നു. പഠിച്ചു തുടങ്ങാം കേട്ടോ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ചോദിക്കുക, ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ പ്രോബ്ലംസോ ഒക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ദ നെറ്റ് ഫോഴ്സ് ഓൺ എ കൈറ്റ് ഹെൽഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ ഈസ് ഡാഷ് എന്നാണ് കൊടുത്ത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ അത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ തന്നെ എത്ര, 1 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ആ ഒരു കൈറ്റ് എന്തായിരിക്കും, ചിലപ്പോൾ ഇൻക്രീസിങ് 0 ന്യൂട്ടൺ തന്നിട്ടുണ്ട്, ഡിക്രീസിങ് 4 ഓപ്ഷൻസ് തന്നിട്ടില്ലേ. ഇതിൽ ഏതായിരിക്കും വരിക അറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? അതായത് ക്വസ്റ്റ്യൻ എന്താണ്, കൈറ്റ് ഹെഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ. ഇപ്പോൾ സ്കൈയിൽ എന്താണ്, ഒരു കൈറ്റാണെന്ന് വിചാരിക്കരുത്, ഇതെന്താണ് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ കൈറ്റ് ഹെഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ മീൻസ് എന്തായിരിക്കും, ആ ഒരു കൈറ്റ് എന്തായിരിക്കും ഇവിടെ റെസ്റ്റിലായിരിക്കും അല്ലേ. അവിടെ എന്താണ്, ഒരു മോഷനും റെസ്റ്റിലായിരിക്കും അത് ഉണ്ടാവുക. അവിടെ എന്താണ്, ഒരു മോഷന് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, ഒരു മോഷൻ അവിടെ അപ്ലൈ ചെയ്യുന്നില്ല, നോ ഫോഴ്സ് നോ മോഷൻ. അപ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും മക്കളെ, 0 ന്യൂട്ടൺ ആയിരിക്കും അല്ലേ. പഠിച്ചിട്ടില്ലേ ഫോഴ്സാണ് നമ്മൾ ചോദിച്ചത്. അതായത് ദ നെറ്റ് ഫോഴ്സ് ഓൺ എ കൈറ്റ് ഹെഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ. അതായത് കൈറ്റ് സ്കൈയിൽ സ്റ്റേഷനറി ആയിട്ട് ഇരിക്കുമ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സാണ് നമ്മളോട് ചോദിച്ചത്. അപ്പം അതിൽ നെറ്റ് ഫോഴ്സ് എന്താണ്, 0 ആയിരിക്കും കേട്ടോ. നോക്കി വെക്കുക, 0 ന്യൂട്ടൺ ആയിരിക്കും. എങ്ങനെയാണ്, കാരണം എന്തായിരിക്കും, അതെന്താണ്, കൈറ്റ് സ്റ്റേഷനറി ആയിട്ടാണ് സ്കൈയിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താണ്, അവിടെ റെസ്റ്റിലായിരിക്കും അത് ഉണ്ടാവുക. അവിടെ എന്താ, നമ്മളൊരു മോഷൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എന്തായിരിക്കും, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി വായിക്കുക, ഇപ്പം തന്നെ പഠിച്ചു പോവുക കേട്ടോ. എന്താണ്, ദ നെറ്റ് ഫോഴ്സ് ഓൺ എ കൈറ്റ് ഹെഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ. ആൻസർ എന്തായിരിക്കും, 0 ന്യൂട്ടൺ. ഓക്കെ അല്ലേ, 0 ന്യൂട്ടൺ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ് 1 ന്യൂട്ടൺ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്. അപ്പോൾ 1 ന്യൂട്ടൺ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, അതായത് നമ്മളോട് ചോദിച്ചത് എന്താണ്, 1 ന്യൂട്ടന് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും. അതായത് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം എന്നാണ് നമ്മൾ പഠിച്ചതല്ലേ. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു നമ്മൾ പഠിച്ചത്, kg അല്ലേ. ദെൻ ആക്സിലറേഷൻ്റെ എന്തായിരുന്നു, മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പം എന്തായിരിക്കും, ഈ 2 യൂണിറ്റ് കൂടി കമ്പൈൻ ചെയ്താൽ എന്താ, kg മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എഫ് ഫോഴ്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ്, ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് 1n ക്യാൻ ബി എക്സ്പ്രസ് ചെയ്യുക. അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാമെന്നാണ് ചോദിച്ചത് നമ്മളോട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 കിലോഗ്രാം മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ആയിരിക്കും വരിക. അതായത് എങ്ങനെയാണ്, എഫ് ഇസ് ഈക്വൽ ടു എന്താണ്,
മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? kg m/s². അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? 1 kg m/s² ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ തന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് 0 ആയിരിക്കും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? 1 ന്യൂട്ടനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതായിരുന്നു ചോദിച്ചത്. 1 കിലോഗ്രാം m/s² ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. അപ്പം അതിൻ്റെ പിക്ചർ ഒന്ന് നോക്കുക. ഓക്കെ അല്ലേ? അതായത് 1 കിലോഗ്രാം ആണ് ഒരു മാസ്. അതിന് നമ്മളെങ്ങനെ ഫോഴ്സിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു F = ma ആണ്. അപ്പം എന്താണ് 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലേ ന്യൂട്ടൺ. ഇപ്പം F ma ആവുമ്പം 1 ന്യൂട്ടൺ എന്താണ്? ഇപ്പം തന്നെ പഠിച്ചു പൊക്കോ. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 kg m/s² തന്നാലും നമുക്ക് എഴുതാം, അല്ലെങ്കിൽ kg m/s². ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? കൈറ്റ് ഹെൽഡ് സ്റ്റേഷനറി ഇൻ ദ സ്കൈ. അവിടെ അപ്ലൈ ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം തന്നെ പഠിച്ചു പോകുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 ന്യൂട്ടന് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ചോദിച്ചത്. 1 ന്യൂട്ടന് നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? 1 കിലോഗ്രാം m/s², അല്ലെങ്കിൽ എങ്ങനെയും ഇപ്പോൾ ചോദിക്കാം 1 കിലോഗ്രാം m/s² ചോദിച്ചാൽ എന്താണ് ആൻസർ? ശരിയാണ് കേട്ടോ, പഠിച്ചു പോവാ. 2 ക്വസ്റ്റ്യൻ ഇപ്പം ക്വസ്റ്റ്യൻ 1 ആണ് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ എയും ക്വസ്റ്റ്യൻ ബിയും. ഓക്കെ അല്ലേ? ഡിസ്കസ് ചെയ്ത് മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ 1 ഇപ്പം തന്നെ പഠിച്ചു പോകട്ടോ. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്, ഞാനിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിൻ്റെ ആൻസർ അങ്ങനെ പറയാമെന്ന് വെച്ചിട്ടാട്ടോ. അതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുക. ദെൻ അല്ലാണ്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നു പോയിട്ട് ലാസ്റ്റ് ആൻസർ തരുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ എന്താണ്? നെറ്റ് ഫോഴ്സ് 0 ആണ്. സെക്കൻഡിൻ്റെ എന്താണ്? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 kg m/s² ആണ്. ദെൻ നമുക്ക് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ ഇത്. എന്നാൽ നമുക്ക് നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മാസ് ഓഫ് എ ബോഡി ഈസ് 2 കിലോഗ്രാം. അതിൻ്റെ വെയിറ്റ് ആണ് നമ്മളോട് ചോദിച്ചത്. ഒരു ബോഡി തന്നിട്ടുണ്ട്, ആ ബോഡിയുടെ മാസ് എത്രയാണ്? 2 കിലോഗ്രാം ആണ് അല്ലേ? 2 കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് എന്താണ് വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഫസ്റ്റ് തന്നെ 19.6 ന്യൂട്ടൺ, ദെൻ സെക്കൻഡ് 9.8 ന്യൂട്ടൺ, ദെൻ സി തന്നത് 10 ന്യൂട്ടനും, ദെൻ ലാസ്റ്റ് 5 ന്യൂട്ടനാണ് തന്നത്. അപ്പോൾ ഇതിൽ എന്തായിരിക്കും ആൻസർ? എങ്ങനെയായിരിക്കും വരിക? അതായത് മാസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് ലാസ്റ്റ് ഈ ഇതൊന്ന് പോർഷൻ നോക്കേ. മാസ് ഈസ് എ മെഷർ ഓഫ് ദ ഇനേർഷ്യ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് മെഷർ ചെയ്യുന്ന ഏതൊക്കെ ടേംസിലായിരിക്കും? ഇനേർഷ്യ ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. ദെൻ ദേ ആർ റിലേറ്റഡ് സിൻസ് ലാർജർ മാസസ് വിൽ ഹാവ് ലാർജർ വെയിറ്റ് ഡ്യൂ ടു എങ്ങനെയായിരിക്കും? അതായത് ഇപ്പം ലാർജ് വെയിറ്റ് ഉള്ളൊരു അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ്? ലാർജർ മാസസ് ഉള്ളൊരു ബോഡിയാണ്. അതിനെന്തായിരിക്കും? ലാർജർ വെയിറ്റ് ആയിരിക്കില്ലേ? അതായത് ഇപ്പം എന്താണ്? നമ്മൾ കൂടുതൽ മാസുള്ളൊരു ബോഡി എടുത്തു, അപ്പം അതിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പം നമുക്ക് ആ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ താഴെ എഴുതിയപ്പോലെ W = mg. mg എന്താ മക്കളെ? ഇവിടെ g എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റിയാണ് കേട്ടോ ഇവിടെ, അല്ലാതെ മറ്റേ അല്ല കേട്ടോ. നമ്മൾ ഗ്രാം എന്നൊക്കെ പറയുന്ന പോലെയല്ല ഇവിടെ. അപ്പം എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? W = എങ്ങനെയായിരിക്കും? mg. W = mg. അപ്പോൾ m എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മാസ് ഓഫ് ദ ബോഡിയാണ്. മാസ് ഓഫ് ദ ബോഡി എന്താണ്? 2 കിലോഗ്രാം ആണ് അല്ലേ? ദെൻ g എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഗ്രാവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഇതെന്തായിരുന്നു? 9.8 m/s അല്ലേ? അപ്പോൾ നമ്മളത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? W =
ഞാൻ അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. W is equal to എന്താ വരിക? 2 × 9.8. ആൻസർ 19.6 ന്യൂട്ടൺ ആയിരിക്കും വരിക. അതായത് എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും വരിക കേട്ടോ, 19.6 ന്യൂട്ടൺ. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അതായത് W is equal to, ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആട്ടോ. നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തു പോകുന്നത് തന്നെയാണ്, നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ എങ്ങനെ കിട്ടിയത് അറിയണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ W is equal to mg ആണ്. M നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 2 കിലോഗ്രാം, G നമുക്കറിയാം 9.8 ആണ്. അപ്പോൾ നേരെ നമ്മൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. W is equal to mg, W is equal to 2 × 9.8. ആൻസർ നമുക്ക് കിട്ടുന്ന 19.6 ന്യൂട്ടൺ ആണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് വേറെയും തരാം. ദ മാസ് ഓഫ് ദ ബോഡി ഈസ് എത്ര? 5 കിലോഗ്രാം തന്നാൽ നമുക്ക് 2ന് പകരം നമ്മൾ 5 കൊടുക്കുക, ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? ആ ക്വസ്റ്റ്യൻ നോക്കുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എ ബോഡി ഓഫ് മാസ് 200 gram falls through air with an acceleration of 6 meters second minus 2. The air drag on the body ആണ് നമ്മളോട് ചോദിച്ചത്. അതായത് എന്താണ്? ആ ബോഡിയുടെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. ബോഡിയുടെ മാസ് എത്ര ഇവിടെ തന്നത്? മാസ് 200 കിലോഗ്രാം ആണ് തന്നത്. 200 കിലോഗ്രാം മാസ് തന്നിട്ടുണ്ട്. അതെന്താണ്? എയറിലൂടെ അല്ലേ? ഫാൾസ് ത്രൂ ദ എയർ ആണ് ആ ബോഡി. അതായത് 200 gram മാസ് ഉള്ള ഒരു ബോഡി എങ്ങനെ എയറിലൂടെ എന്താണ് ഫാൾസ് ചെയ്യാണ്, വീഴാണ്. അപ്പം അതിൻ്റെ ആക്സിലറേഷൻ വന്നത് എത്രയാണ്? 6 meter minus 2 ആണ് അതിൻ്റെ ആക്സിലറേഷൻ. എ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 6 meter/second² ആണ്. അപ്പം നമ്മളോട് ചോദിച്ചത് എയർ ഡ്രാഗ് ഓൺ ദ ബോഡി ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? അപ്പോൾ ബോഡി ആ ബോഡിയെ എന്താണ് വെച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെ? ആ ഒരു ഇക്വേഷനാണ്. ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നെ എന്തൊക്കെയാണ്? M തന്നിട്ടുണ്ട്, A തന്നിട്ടുണ്ട്. ഈ എമ്മും എയും തന്നാൽ നമുക്ക് എന്ത് ഒരു ഇക്വേഷൻ കിട്ടുമല്ലോ. എന്താണ് എമ്മും എയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഇത് കിട്ടും. അതെന്താ? ഫോഴ്സ് അല്ലേ? അതായത് F is equal to ma പഠിച്ചു വെക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അതൊക്കെ. അപ്പോൾ F is equal to ma ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഇവിടെ എന്തായിരിക്കും കാണേണ്ടത്? ഇത് നോക്കുക. ഫസ്റ്റ് F1 നമുക്ക് F2 കാണണം. അതായത് എങ്ങനെയാണ്? ഇത് താഴോട്ടേക്ക് ഉള്ള ഫോഴ്സും അതിന് ഒപ്പോസ് ചെയ്യുന്ന വേറൊരു ഫോഴ്സും ഉണ്ടാവും. ഇവിടെ ഫസ്റ്റ് F1 എന്തായിരിക്കും? ma. എങ്ങനെയായിരിക്കും? നമ്മളിതാ എമ്മിനെ നമുക്ക് തന്നത് എന്താണ്? 200 കിലോഗ്രാം അല്ലേ? അത് നമ്മൾ കിലോഗ്രാമിലോട്ട് മാറ്റി, അതാണ് 0.2 കിലോഗ്രാം എഴുതി അല്ലേ? 0.2 കിലോഗ്രാം ആണ്. അപ്പോൾ മാസ് നമുക്ക് 0.2 കിലോഗ്രാം എന്ന് കിട്ടി. ദെൻ എ നമുക്കറിയാം എന്താണ്? 6 meter/second അല്ലേ? meter/second². അപ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. F1 is equal to എന്ത് കിട്ടി? 0.2 × 6 എത്രയാ? 1.2 ന്യൂട്ടൺ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ F1 നമുക്ക് കിട്ടി. ഇനി നമുക്ക് F2 എന്തായിരിക്കും? നമ്മൾ താഴോട്ടേക്കുള്ള അതിന് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടാവും. അതായത് ഈ ഒരു എയർ ഡ്രാഗ്, ബോഡിയുടെ എയർ ഡ്രാഗ് ആണ് നമ്മളോട് ചോദിച്ചത് കാണാൻ. അപ്പം അതിന് ഫസ്റ്റ് F is equal to, അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F is equal to ma ആണ്. അതിന് ഒപ്പോസ് ചെയ്യുന്ന വേറൊരു ഫോഴ്സ് ഉണ്ടാകും, F2 is equal to mg. mg ആണ് എന്ത്? M നമുക്കറിയാം, G 9.8 ആണ്. അപ്പോൾ 0.2 × 9.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1.96 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇനി നമ്മൾ F2 - F1 ചെയ്യാം. അപ്പോൾ 1.96 ന്യൂട്ടൺ മൈനസ് 1.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.76 ന്യൂട്ടൺ ആൻസർ കിട്ടും. അപ്പോൾ നോക്കി വെക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 0.76 അതേതാണ്? ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ലാസ്റ്റ് വൺ, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മനസ്സിലായി? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാസ് ഓഫ് ദ ബോഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. മാസ് ഓഫ് ദ ബോഡി 2 കിലോഗ്രാം തന്നു, അതിൻ്റെ വെയിറ്റ് കാണാൻ. W is equal to mg എന്ന് പറഞ്ഞ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടിയത് ഓപ്ഷൻ എ ആണ്, 19.6 ന്യൂട്ടൺ. ദെൻ സെക്കൻഡ് വണ്ണ് നമ്മൾ എന്താണ്?
എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്ക് കിട്ടിയ ആൻസർ 0.76 ന്യൂട്ടൺ ആണ് കേട്ടോ. ഇത് നിങ്ങളിങ്ങനെ കാണുമല്ലോ ഓൺലൈൻ വീഡിയോസ് കാണുമ്പോൾ അപ്പം തന്നെ പഠിച്ചു പോകും കേട്ടോ. നമ്മൾ കേൾക്കുമ്പോൾ കാണുന്നിട്ട് ചിലത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലത് മനസ്സിലാവും, ചിലത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും മനസ്സിലായിട്ട് വരും, അതായത് ആ നമ്മളെ മൈൻഡിലോട്ട് ഇങ്ങനെ കയറുമായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ എന്താ? അതോ തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതിൽ നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് മനസ്സിലായില്ലേ? കുറച്ച് സ്പീഡാക്കാൻ നോക്കാം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് അടുത്തതിൽ നോക്കാം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് പാർട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ. അടുത്ത പാർട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 ക്വസ്റ്റ്യൻസേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. രണ്ട് ക്വസ്റ്റ്യൻസിൽ തന്നെ 1AB ഉണ്ട്. 1 വേർഡിൻ്റെ ക്വസ്റ്റ്യൻ ആട്ടോ. 1 മാർക്കാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.